മോളെ ഒരു കോളനിയിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തതിന് നീ പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. വാ, വന്ന് ഭക്ഷണം കഴിക്ക്. ആഹാരം കഴിക്കാതെ അസുഖമൊന്നും വരുത്തണ്ട. അമ്മ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? പിന്നെ പട്ടിണി കിടന്ന് മരിക്കാനാണോ നിന്റെ ഭാവം? ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. എന്തൊരു ചോദ്യങ്ങളാ! ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോ കാണാൻ നല്ല ചേലാണല്ലോ. എനിക്ക് മടുത്തു ഈ ജീവിതം. യാമിനി, നീ ദേഷ്യം കാണിക്കുന്നത് പട്ടിണി കിടന്ന് സ്വന്തം ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടാവരുത്. അവിടെ ചെന്ന് അവരെ വിറപ്പിക്കണം. നമ്മുടെ കൊച്ചിനെ ആ ചെളിക്കുണ്ടിന്ന് നമുക്ക് കരകയറ്റി കൊണ്ടുവരണം. ബാക്കി എന്താണെന്ന് വെച്ചാൽ അപ്പ ആലോചിക്കാം. പക്ഷേ അപർണയുടെ മനസ്സ് അവിടെ നിന്ന് വീണു പോയിരിക്കല്ലേ? വീണുപോയോ? എവിടെ വീണുപോയി? അപർണ മോളെ ഒരു ഭ്രമത്തിലങ്ങ് നടക്കുക. പ്രേമിച്ച ആളിനെ കല്യാണം കഴിച്ചതിന്റെ ഒരു ഭ്രമം. 2-3 മാസം കഴിയട്ടെ, കാര്യത്തോടടുക്കട്ടെ, അപ്പോഴാ കയ്യും കാലും വിട്ടടിച്ച് നിലവെള്ളം ചവിട്ടാൻ തുടങ്ങുന്നു. അമ്മ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും ഒക്കെ അപ്പൊ അവക്ക് മനസ്സിലാവും. നമുക്ക് എന്തായാലും അതുവരെ ഒന്നും കാത്തിരിക്കണ്ട. അതിനു മുമ്പ് നമുക്ക് അവളെ രക്ഷിക്കണം. ഒന്നു പോയാലും കുഴപ്പമില്ലെന്ന് വെക്കാൻ മക്കൾ 5ഉം 10ഉം ഒന്നും ഇല്ലല്ലോ. ഒറ്റ മോളാ. എനിക്കതാ സങ്കടം. അതെ യാമിനി, അവളെ ഇവിടെ നമ്മുടെ കയ്യിലോട്ട് കിട്ടണം. പിന്നെ നമ്മൾ മനസ്സിൽ കാണുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. നമുക്ക് യോജിച്ച ബന്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം. ഉറപ്പ്. അല്ല, അതിപ്പോ എന്തോന്നാ ഇതൊക്കെ? ഇപ്പൊ ഈ നാട്ടില് സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ? കല്യാണം കഴിക്കുന്നുണ്ട്, അന്ന് തന്നെ ചെന്ന് കയറിയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ യാമിനി, ആദ്യം ഈ വീട്ടിലെ ഒരാളെ നമ്മൾ അവിടെ നിർത്തണം. ഒരു നുഴഞ്ഞു കയറ്റം. നമ്മുടെയാൾ അവിടെ നിന്ന് അവരെ തമ്മിൽ തെറ്റിക്കണം. ബാക്കിയൊക്കെ നമ്മൾ സാഹചര്യത്തിനൊത്ത് വർക്കൗട്ട് ചെയ്തെടുക്കും. എന്താ 3 പേരും കൂടി ഒരു കൊച്ചു വർത്താനം? ഒന്നുമില്ല മോനെ, സാധനങ്ങളുടെ വിലക്കയറ്റത്തെ കുറിച്ച് പറഞ്ഞു വിഷമിക്കുകയായിരുന്നു. ഇവിടുത്തെ പുകച്ചിലൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അപർണയുടെ സന്തോഷവും ഈ വീട്ടിലെ സന്തോഷവും ഇല്ലാതാക്കരുത്. ക്ഷമ എന്ന് പറഞ്ഞൊരു സംഗതി എനിക്കുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. മഹേഷ് എന്നല്ല, യവന് ഹരിചന്ദ്രൻ എന്നായിരുന്നു പേരിടേണ്ടിയിരുന്നത്. നമ്മളിൽ ഒരാളെ അപർണയുടെ വീട്ടിൽ നിർത്തണമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആര് നിർത്തണമെന്നാ ഏട്ടൻ പറയുന്നത്? അപർണയ്ക്ക് ചെറിയ കള്ളക്കളിയൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഞാൻ കള്ളക്കളിയുടെ ഉസ്താദല്ലേ. അങ്ങനെ പറ. ഞാനും ഉണ്ട് കേട്ടോ കളിക്കാൻ. ചേച്ചി കളിക്ക, ജയിക്കും ഉറപ്പാ. ഞാൻ പണ്ട് ഈ കളിയിൽ മിടിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് അതെല്ലാം മറന്നുപോയി. അമ്മ കളിക്ക്, നമുക്ക് സുഭാഷിണി ചേച്ചി തോൽപ്പിക്കണം. അമ്മായിമ്മയും മരുമോളും കൂടി കോളനി കയ്യിലെടുക്കുമല്ലോ. രണ്ടിനെ ഇന്ന് പൊളിച്ചെടുക്കണം. അയ്യോ, സുധാമണി ചേച്ചിയുടെ കയ്യിൽ പുതിയ വളയോ? ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ലായിരുന്നല്ലോ. ഇത് ഒറിജിനൽ ആണോ അതോ? ഒറിജിനൽ സ്വർണ്ണ വളയാ. ആണോ? ഇതെനക്ക് ആര് തന്നെയാന്ന് അറിയണ്ടേ? ആരാ? എന്റെ പൊന്നു മോൾ അപർണയുടെ സമ്മാനാ. എന്തായാലും സുധാമണി ചേച്ചിക്ക് കോൾ അടിച്ചു. ഇനി സ്വർണ്ണം ഒന്നൊന്നായിട്ട് നൈസായിട്ട് അങ്ങ് അടിച്ചു മാറ്റാലോ. സുഭാഷിണി, ഇത് അപർണ മോള് തന്നെയെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അത് പിന്നെ സുധാമണി ചേച്ചി ചോദിച്ചാ അപർണയ്ക്ക് തരാതിരിക്കാൻ പറ്റുമോ? അമ്മായിയമ്മയെ വെറുപ്പിച്ച മരുമൊക്കെ വീട്ടിൽ കിടന്ന് പൊറുക്കാൻ പറ്റുമോ? സുഭാഷിണി ചേച്ചി പറഞ്ഞില്ലേ, ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് സ്നേഹത്തോടെ കൊടുത്തതാ. ഇതെന്റെ അമ്മായിയമ്മയല്ല, എന്റെ അമ്മയാ.
പുത്തനച്ചി പൊരപ്പുറം തൂക്കാൻ മാത്രമല്ല അമ്മായിയമ്മ നന്നായി സോപ്പിടുകയും ചെയ്യും. എന്റെ അപർണെ, സുഭാഷിനെ പറയുന്നതിന് അപർണ അല്ലാതെ ആരെങ്കിലും മറുപടി പറയോ? അയ്യോ അപർണ മോളെ, ഞാനൊരു തമാശ പറഞ്ഞ മൂക്ക് മനസ്സിലാവില്ലേ? സുഭാഷിണി ചേച്ചി ഇങ്ങനെയാ, ഓരോരോ ഹാസ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ചിരിപ്പിച്ചോണ്ടേയിരിക്കും. ചേച്ചി തമാശക്കാണ് പറഞ്ഞെങ്കിൽ സാരമില്ല. പക്ഷേ ചിലര് തമാശ പറയും പോലെ കുത്തുവാക്ക് പറയും. അയ്യോ എന്റെ മോളെ അതങ്ങ് വിട്. ഈ സുഭാഷിണി ചേച്ചി സോറി, ദേ എല്ലാവരോടും സോറി. ഞാനിങ്ങനെ ഉള്ളിൽ ഒന്നും ഒളിച്ചു വെക്കാതെ ഓരോന്നും പറയും. ദേ ഇപ്പൊ ഈ വളയുടെ കാര്യം തന്നെ. നമ്മുടെ സ്നേഹനഗറിലെ എന്റെ ഒരു പരിചയക്കാരിയുടെ മോള് 200 പവന്റെ ആഭരണം ഇട്ടിട്ടാ കല്യാണം കഴിഞ്ഞ് ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് കയറിയത്. ദേ 3 മാസം കഴിഞ്ഞപ്പോ മരുമോളുടെ 200 പവനും അമ്മായിമ്മയുടെ കഴുത്തിലും കയ്യിലും ആയി. ആ മക്കളെ കൊണ്ട് വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കുന്നതേ അമ്മായിമ്മമാർക്ക് വിലസാനാ. അയ്യോ ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞതല്ല കേട്ടോ, സ്നേഹനഗറിലെ കാര്യം പറഞ്ഞതാ. സുഭാഷിണി ചേച്ചി, ഓ ഈ മുള്ളും മുനയും വെച്ച് ഓരോന്ന് പറഞ്ഞാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ബാലു എന്താ ഇത്? നീ വിട്, ഇവരോടൊന്ന് ചോദിക്കട്ടെ. ബാലുവിന് അറിയില്ലേ സുഭാഷിണിന്റെ വർത്താനം? എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയും. അത് തമാശയാക്കിയിട്ട് വിട്ടുകളാ. കണ്ടോ സുധാമണി ചേച്ചിക്ക് കാര്യം മനസ്സിലായി. ഓ ബാക്കിയുള്ളവർക്കാ കിടക്കപ്പുറതി ഇല്ലാത്തത്. നോക്കേ ഇപ്പൊ തന്നെ സുഭാഷിണി സുധാമണി ഞങ്ങളുടെ പേരുകൾ തമ്മിൽ എന്ത് ചേർച്ചയാ? സു അല്ലേ ചേച്ചി? ആ മീനാക്ഷി വന്നല്ലോ. ഒരാളുടെ കുറവുണ്ടായിരുന്നു. മീനാക്ഷി ബാഗ് വെച്ചിട്ട് വാ, നമുക്ക് കളിക്കാം. നല്ല ക്ഷീണ അപർണേച്ചി, ഞാനില്ല. മീനാക്ഷി മോളെ, അതെ നാത്തൂനും ഉടക്കാണോ? അല്ല അപർണ വിളിച്ചിട്ട് മീനാക്ഷി മൈൻഡ് പോലും ചെയ്തില്ല. ക്ലാസ് കഴിഞ്ഞ എന്റെ ക്ഷീണമാണെന്ന് അവള് പറഞ്ഞത് കേട്ടില്ല. ചേടാ ഈ നാട്ടിലൊരു തമാശ പോലും പറയാൻ പറ്റില്ലേ? നമ്മൾ എന്തേലും പറഞ്ഞ അതെല്ലാം കുറ്റം. ഞാൻ അങ്ങ് പോയേക്കാവേ. ഗെയിം സൂപ്പർ ആയിരുന്നു അല്ലേ അമ്മേ? അതെ. മോളെ എന്താ അമ്മേ? മോക്ക് വിഷമം തോന്നരുത്. അമ്മ കാര്യം പറ. മോളെ ഇത് മോളെ കൈ തന്നെ കിടക്കട്ടെ. അല്ല മോളെ, വേറൊന്നും കൊണ്ടല്ല, മോളെ കൈക്കായത് ചേരുന്നേ. ഓ അപ്പൊ ഞാനൊരു സമ്മാനം തന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചേരുക അല്ലേ? അയ്യോ മോളെ, ഇഷ്ടപ്പെടാത്തോണ്ടല്ല. ഇതുപോലെ ഇഷ്ടപ്പെട്ട വേറൊരു സമ്മാനം എനിക്ക് ഇതുവരെ എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എങ്കി പിന്നെ എന്തിനാ അമ്മ ഈ വള തിരിച്ചു തന്നത്? അല്ല അത് ആ സുഭാഷിണി ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടാണോ? എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ സാരമില്ല. ഞാൻ കാരണം മോക്കും കൂടി വിഷമം വരാൻ പാടില്ലല്ലോ. അങ്ങനെ നാളെ ആരെങ്കിലും അമ്മയോട് പറയാണ് ഞാൻ അമ്മയ്ക്ക് ചേരുന്ന മരുമകളല്ലെന്ന്, അമ്മ എന്നെ ഉപേക്ഷിക്കോ? അല്ല അത് എന്റെ അമ്മ, നാട്ടുകാരുടെ അഭിപ്രായം നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സകല മനുഷ്യർക്കും ആത്മഹത്യ ചെയ്യാനേ നേരം കാണും. അല്ല, ഞാൻ ആലോചിക്കുന്ന അതല്ല. ജീവിതവുമായി ഒരുപാട് ഫൈറ്റ് ചെയ്ത് ജയിച്ച ആളാണ് അമ്മ. എപ്പോഴും ചിരിച്ച് രസിച്ച് നടക്കുന്ന ആളാ.
ആ ആളെങ്ങനെയാ പെട്ടെന്ന് തളർന്നു പോകുന്നേ? എനിക്കറിയില്ല മോളെ. അമ്മേ നിക്ക്, എവിടെ പോവാ? ഞാൻ പറയട്ടെ, അമ്മയുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും വലിയ വീട്ടിലെ കൊച്ചാ. ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും ഞാൻ എങ്ങനെ എടുക്കുമെന്ന് പേടിച്ച അമ്മ നടക്കുന്നേ അല്ലേ? അമ്മേ, ഞാനിപ്പൊ ഈ വീട്ടിലെ കൊച്ചാ. ഈ വീട് വളരെ വലിയ വീടാ. അമ്മ ആദ്യം മനസ്സിലെ ദുരഭിമാനമൊക്കെ ഒന്ന് കളയണം. ആ ദാ അമ്മ തന്നെ വള തിരിച്ചിട്ടേക്ക്. തിരിച്ചിട്ടേക്ക്. ഇല്ല, ഞാൻ ഈ വള ആർക്കും കൊടുക്കൂല. പറ്റില്ല പറ്റില്ല, എനിക്കിത് വേണം. ഇത് എനിക്കെന്റെ പൊന്നു മോള് സമ്മാനം തന്നതാ. ചത്താലും ഞാനിത് ആർക്കും കൊടുക്കൂല. ആ മീനു എന്താ കളിക്കാൻ കൂടാത്തെ? ക്ഷീണാണോ? എനിക്ക് ചായയും പലഹാരവും എടുക്കാം. നല്ല അസല ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എനിക്കൊന്നും വേണ്ട. അതെന്താ? എപ്പോ 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ചായാന്ന് നീട്ടി വിളിക്കുന്ന ആളാ. ഇതിപ്പോ എന്തു പറ്റി? എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നല്ല തലവേദന, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. എനിക്കെന്താ ആകെ ഒരു എന്താ? അമ്മേ, മീനാക്ഷി പറഞ്ഞില്ലേ തലവേദനയാണെന്ന്. ചില സമയത്ത് തലവേദന വന്നാ ഞാനും ഇങ്ങനെയാ. തൊട്ടേനും പിടിച്ചേനും ഒക്കെ ദേഷ്യം തോന്നും. മീനാക്ഷി റെസ്റ്റ് എടുക്കട്ടെ. ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് നിന്റെ പുതിയ ചേച്ചിയില്ലേ, ആ അപർണ, അവളും അനുഭവിക്കും. അങ്ങനെയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നീ വരണം. ആഹാ, ബെഡ്റൂം ഓഫീസ് ആക്കാനുള്ള പദ്ധതിയാണോ? പെൻഡിങ് ഫയൽസാ. ആ നേരാൻ വേണ്ടൊക്കെ ചെയ്യണേ. അറിയാലോ, ഞാനാണ് ടീം ലീഡർ. എന്തെങ്കിലും തെറ്റ് വന്നാലേ ഞാൻ എന്റെ ഭർത്താവാണെന്നൊന്നും നോക്കൂല. ഞാൻ ടീമിൽ അങ്ങ് മാറ്റും. എന്താ പറഞ്ഞേ? അച്ചോടാ, അതിനിടയ്ക്ക് ഫീൽ ചെയ്തോ? ഏയ്, ഞാനെന്തിനു ഫീൽ ചെയ്യണം? ഞാൻ വെറുതെ ചോദിച്ചതാ. ഓഫീസിൽ ഞാൻ ലീഡർ, വീട്ടില് ബാലു ലീഡർ. കോംപ്ലിമെന്റ്സ് ആയോ? ആ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചിട്ട് വന്നേ. അപർണ, എനിക്ക് മനസ്സിലായി, എനിക്ക് കേക്കണ്ട. എന്ത് കേക്കണ്ടെന്ന്? ഈ വീട്ടില് ഞാൻ ഓക്കെ ആണോ? ഇന്ന് ഗെയിമിനിടയില് സുഭാഷിണി പറഞ്ഞത് വേദനിപ്പിച്ചോ? ഇതൊക്കെയല്ലേ പറയാൻ വരുന്നേ. ഒരു കാര്യം ചെയ്യും, ബാലു അതിങ്ങ് റെക്കോർഡ് ചെയ്തിട്ടാ. എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോ. അല്ല പറഞ്ഞ, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. ഇവിടത്തെ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നില്ല. ബാലു ഈ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലാന്ന്. ആ വാ, ഭക്ഷണം കഴിക്കാം. ഓക്കെ ഓക്കെ, ഇനി ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അല്ല, നീ മീനാക്ഷി ശ്രദ്ധിച്ചോ? അവളെന്താ സ്കൂളിൽ നിന്ന് വിഷമിച്ച് വരുന്നത് പോലെ വന്നത്? മനുഷ്യനല്ലേ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിഷമിക്കണ്ടേ? വാ, ആഹാരം എടുത്ത് വെച്ചിരിക്കാം. അപർണ, ഫുഡ് കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് മുന്നോടിയായിട്ട്
ചേട്ടാ അതെ അപ്പോ നമ്മുടെ ഈ പ്രോജക്റ്റില് ഈ ഭാഗത്തായിട്ട് ഞാനൊന്ന് പറഞ്ഞ കാര്യമില്ല അത് ഓഫീസിലെ ഫയലൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോ ഇവനെ ഞാനൊന്ന് നിനക്ക് ആ വാതിലൊന്ന് മുട്ടിയിട്ട് കയറി വരാൻ പാടില്ലായിരുന്നോ? നിങ്ങൾക്ക് വാതിലൊന്നും കുറ്റിയിടാൻ പാടില്ലായിരുന്നോ? ആകെ വിഷമിച്ചു പോയി. സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് കേറി വന്നിട്ട് ന്യായം പറയുന്നോടാ. അതിരിക്കട്ടെ, ഇപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെ, എനിക്കൊരു 1000 മണീസ് വേണം. എത്ര മണീസ്? വെറും 1000 മണീസ്. ഒരു ഷൂ വാങ്ങാനാ. ഒരു നല്ല ഷൂവിനൊക്കെ 10,000 രൂപ വരെ വിലയുണ്ട്. ഓഹോ. പക്ഷേ ഏട്ടന്റെ ഈ സാഹചര്യത്തിൽ 1000 രൂപയുടെ ഷൂസ് വാങ്ങി എന്റെ ഏട്ടനെ സഹായിക്കുന്നു. അതാണ് ഈ സാഗർ. അപ്പോ 1000 രൂപ എടുത്തേ. പിന്നെ 1000 രൂപ പോയി പണി നോക്കണം. ഏട്ടനെ എനിക്കറിയാലോ. ഏട്ടൻ പുറമെ പരുക്കനാണെങ്കിലും ഉള്ളിൽ സോഫ്റ്റാ. പുറമെ ചിരട്ടയാണെങ്കിലും ഉള്ളിൽ ഇളനീര. മതി മതി മതി, തള്ളി മറിക്കണ്ട. 1000 രൂപ തന്നാ പോരെ തൽക്കാലം. വാ, ഫുഡ് കഴിക്കാൻ പോ. ഈ ഏട്ടനൊരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം. ഇതിലെന്താണെന്ന് അറിയാലോ. ആ വീഡിയോ ലോകം മുഴുവൻ കാണും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ വിളിക്കും. അപ്പോ വീണ്ടും നാടകം കളിക്കാൻ നിൽക്കണ്ട. പറയുന്നിടത്ത് വന്നോണം. എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി. ചേച്ചി പൊക്കോ, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നതാ. വല്ലാത്ത തലവേദന അല്ലേ? എന്താ? അല്ല, നേരത്തെ ഉണ്ടായ തലവേദന മാറിയോന്ന്? മാറി. മാറും. ഞങ്ങള് വിഷമിച്ചാലും ഗുളിക കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? അല്ല, തലവേദന മാറാൻ ഗുളിക കഴിക്കാൻ പോവാണല്ലേന്ന്. ഇമാതിരിയുള്ള ചെറിയ ചെറിയ വേദനകൾക്കൊന്നും ഗുളിക കഴിക്കരുത് മീനാക്ഷി. അതിനൊക്കെ വേറെ ചികിത്സയുണ്ട്. ചേച്ചി. എന്താ മോളെ? അല്ല, ഞാൻ നേരത്തെ ചേച്ചി കളിക്കാൻ വിളിച്ചപ്പോ ദേഷ്യം പോലെ കാണിച്ചു. അമ്മ ചായ കുടിക്കാൻ വിളിച്ചപ്പോഴും ദേഷ്യം കാണിച്ചു. ചേച്ചിക്ക് എന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ്. പക്ഷെ അപ്പോഴത്തെ ഇതില് ചേച്ചിക്ക് എന്നോട് വിഷമം തോന്നരുത്. ചേച്ചിയുടെ വിഷമം അവിടെ നിൽക്കട്ടെ, മോളുടെ വിഷമം എന്താന്ന് പറ. ഒളിക്കാൻ ശ്രമിക്കണ്ട, അതറിഞ്ഞിട്ടേ ഞാൻ പോവും.